ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്മാരുണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഏത് ഇൻഡസ്ട്രിയിലും ഓക്കെ, പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം ഈസ് മച്ച് മോർ നമുക്കൊരു സന്തോഷം തോന്നുന്ന കാര്യം. കാരണം പലപ്പോഴും തമിഴിൽ ഇത്ര പടം ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും തമിഴ് ഇൻഡസ്ട്രി സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല ലൊക്കേഷൻ ചിലപ്പോൾ ഔട്ട് ഓഫ് ചെന്നൈ സിറ്റി ആയിരിക്കും. ചിലപ്പോൾ ലൊക്കേഷനിൽ തന്നെ ആകെ ഒരു മലയാളി ചിലപ്പോൾ ഞാനായിരിക്കും, 1-2 പേരിൽ. അപ്പോൾ അത് അത്ര നമുക്ക് അത്ര ഹാപ്പിനെസ് തന്നു എന്ന് വരില്ല. ഷൂട്ടിന് വന്നപ്പോഴാണ് ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത്. അല്ലാണ്ട് എനിക്ക് ആരുമായിട്ടും പരിചയം, എല്ലാവരും ഈ സെറ്റിൽ വന്ന് എല്ലാവരെയും അറിയാമെന്നല്ലാണ്ട് പരിചയപ്പെടുന്നത് ഈ സെറ്റിൽ വന്നിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു സെറ്റിലേക്ക് വരികയും അതിൻ്റെ പാക്കപ്പ് കഴിഞ്ഞൊരു 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം എൻ്റെ ഷൂട്ട് തുടങ്ങുകയും അങ്ങനെ സെറ്റിൽ വന്നിട്ട് ഇൻക്ലൂഡിങ് ഡയറക്ടർ തൊട്ടുള്ള എല്ലാവരെയും വന്ന ആദ്യത്തെ ദിവസം ഫസ്റ്റ് ദിവസമാണ് പരിചയപ്പെടുന്നത്. ആദ്യം ഇപ്പോൾ നമ്മൾ പ്രേമത്തിൻ്റെ ഒക്കെ സമയത്ത് ഒരു പുതിയ സെറ്റിലേക്ക് ഞാൻ കുറവാണ് ആക്ച്വലി പരിചയമില്ലാത്ത ആൾക്കാരുടെ പടങ്ങൾ ചെയ്ത്, കൂടുതലും സുഹൃത്തുക്കളുടെ പടങ്ങളിലാണ് കൂടുതലും വന്നിരിക്കുന്നത്. കുറച്ച് സീനിയറായിട്ടുള്ളവരടുത്ത് അപ്രോച്ച് ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ള ഒരാളാണ്. പക്ഷേ ഈ സെറ്റിൽ നിന്നാണ് കുറേയൊക്കെ അത് മാറിയത്. ബാബുച്ചേൻ്റെ അടുത്താണെങ്കിലും ബാബുച്ചേട്ടൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ സീനിയറാണ്, അപ്പം കുറച്ചൊക്കെ ജാടയോ അല്ലെങ്കിൽ ഒരു ബലപ്പെടുത്തമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്കൊരു തൊടുപുഴ ഒരു 10 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം മാറി. സാഹസം എന്ന സിനിമയുടെ ബിപിൻ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സാഹസം എന്ന സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന താരങ്ങളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ട ആൾക്കാരാണ്. ശബരി നമ്മൾ കഴിഞ്ഞ പരിചയപ്പെട്ടു. ദയവായിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. ഗൗരിയായിട്ടും ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പല കാലത്തായിട്ട് വന്ന ഹിറ്റ് സിനിമകളിലെല്ലാം പ്രശസ്തരായ നടന്മാരാണ്. അന്ന് സുനിലായിരുന്നു ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് സുനിലായിരുന്നു. അച്ചുവിൻ്റെ അമ്മേൻ്റെ ലൊക്കേഷൻ വെച്ചാണ് ഞാൻ സുനിലിനെ കാണുന്നത്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് സംസാരിച്ചിട്ടുള്ളതൊക്കെ ക്ലാസ്മേറ്റ്സിൻ്റെ ലൊക്കേഷൻ വെച്ചാൽ ഫോർ ദ പീപ്പിൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് സിനിമകളിലൂടെ കടന്നുപോയി. ഇപ്പം വീണ്ടും മലയാളത്തിൽ സജീവമായുള്ള ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സാഹസത്തിൽ. കുറേ കാലം തമിഴിലും അതുപോലെ തന്നെ തെലുങ്കിലൊക്കെ ആയിട്ട് നമ്മൾ വിട്ടു കുറേ മാറി നിൽക്കുമായിരുന്നു. തമിഴ് കുറച്ചുകൂടി തിരക്കായപ്പോൾ ചെന്നൈയിലേക്ക് താമസം മാറ്റി. ഇപ്പോൾ സുനിൽ വീണ്ടും കൊച്ചിയിലേക്ക് മാറ്റി എന്നുള്ളൊരു താമസം മാറി എന്നുള്ള സന്തോഷ വാർത്ത കൂടിയുണ്ട്. സുനിൽ എങ്ങനെയാണ് നരൻ എങ്ങനെയാണ് ഈ സുനിലിനെ വിളിച്ചോളൂ സാഹസത്തിലേക്ക് എങ്ങനെയാണ് വന്നുപെട്ടത്? എനിക്കും ബിബിൻ ഡയറക്ടർക്കും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനൂപ്. എനിക്ക് ഒരു 10-15 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അനൂപാണ് പറഞ്ഞത് ഇതുപോലെ ബിബിൻ്റെ ഒരു സബ്ജക്റ്റ് കേട്ടു, അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്യാരക്ടറുണ്ട്, ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞിട്ട് ബിബിൻ നരേഷൻ തന്ന ഉടനെ മനസ്സിലായി ദിസ് ഇസ് ഇറ്റ്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റാണ്, അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറും കൂടിയാണ്. രാജീവ് നമ്പ്യാർ എന്നാണ് ഈ ക്യാരക്ടറുടെ പേര്. അപ്പോൾ വലിയ അധികം സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല ഇത് ചെയ്യണോ വേണ്ടതെന്നൊന്നും. ഇത് ലൈക്ക് ഒരു വിന്നിങ് സ്ക്രിപ്റ്റും ഒരു വിന്നിങ് ടീമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അനൂപ് നിമിത്തമായിട്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്ന് പറയാം. ഇതിൽ കുറച്ചധികം കഥാപാത്രങ്ങളുണ്ട്, കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട് സിനിമ. ഇപ്പം ഫോർ ദ പീപ്പിളിലൊക്കെ അതുപോലെയുള്ള കുറേ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്ന സിനിമയാണ്. അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സും അതുപോലെ തന്നെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് വർക്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്ന ആളാണ് സുനിൽ. ഞാൻ ഗ്രൂപ്പ് വർക്ക് അല്ലാണ്ട് ചെയ്തിട്ടുള്ള മെയിൻലി തമിഴ് പ്രോജക്റ്റുകളാണ് ഈ സോളോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. എനിക്ക് എൻജോയ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സെറ്റിൽ കുറേ നമ്മൾക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്മാരുണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഏത് ഇൻഡസ്ട്രിയിലും ഓക്കെ, പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം ഈസ് മച്ച് മോർ നമുക്കൊരു സന്തോഷം തോന്നുന്ന കാര്യം. കാരണം പലപ്പോഴും തമിഴിൽ ഇത്ര പടം ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും തമിഴ് ഇൻഡസ്ട്രി സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല ലൊക്കേഷൻ ചിലപ്പോൾ ഔട്ട് ഓഫ് ചെന്നൈ സിറ്റി ആയിരിക്കും, വല്ല കുംഭകോണം മധുരൈ അവിടെയും ഇവിടെ. ചിലപ്പോൾ ലൊക്കേഷനിൽ തന്നെ ആകെ ഒരു മലയാളി ചിലപ്പോൾ ഞാനായിരിക്കും, 1-2 പേരിൽ. അപ്പോൾ അത് അത്ര നമുക്ക് അത്ര ഹാപ്പിനെസ് തന്നു എന്ന് വരില്ല. വർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ വർക്ക് അലോൺ. എനിക്കുള്ള പ്രിപ്പറേഷനും അതിൻ്റെ ഭാഗം. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും കംഫർട്ട് സോൺ എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൽ ഇത് തീർച്ചയായിട്ടും ദിസ് വാസ് വളരെ ഇപ്പം എനിക്ക് ഇവരൊന്നും ആയിട്ടുള്ള കോമ്പിനേഷൻ സീക്വൻസ് പടത്തിൽ ആദ്യം അധികമില്ലെങ്കിലും പിന്നീട് വരുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ്. പടത്തിലെല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള സീക്വൻസുകളും. അപ്പോൾ അതൊരു വരുമ്പോൾ ഇറ്റ് ഈസ് എ ജോയ് ടു വർക്ക്. ഇപ്പോഴും സിനിമ കഴിഞ്ഞ് സിനിമ വരുന്നു പോകുന്നു, ബട്ട് നമ്മൾ ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല കുറേ മുഹൂർത്തങ്ങളും നല്ല കുറേ സമയങ്ങളും നമുക്ക് നൽകാൻ പറ്റിയെന്ന് പറയുന്നൊരു കാര്യം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെമ്മറീസിൻ്റെ ഭാഗമായിട്ട്. അത് തീർച്ചയായിട്ടും സാഹസം വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ശബരി പ്രേമത്തിലൂടെയാണ് ശബരി
നല്ല സിനിമേൻ്റെ ഒരു ശക്തനായ അപ്പം ശബരി 10 വർഷമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഇപ്പോൾ തിരക്കുള്ള ഒരു നടനായി നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ തിരക്കുള്ളതുകൊണ്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ സാഹസത്തിൽ വരുമ്പോൾ ഈ ഗ്രൂപ്പിൽ എൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? സാഹസത്തിലേക്ക് പെട്ടെന്നാണ് വരുന്നത്. ഞാൻ വേറൊരു പടത്തിൻ്റെ ധീരൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്, ബിബിൻ വിളിക്കുന്നു. അപ്പം ഇങ്ങനെ ഇതിനെ പറഞ്ഞു തന്നു, എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. അപ്പോൾ രസമുള്ളൊരു ക്യാരക്ടറാണ്. സാം എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഞങ്ങൾ IT പ്രൊഫഷണൽസാണ്. ഞാൻ റംസാനിൽ ഹരി, സലീം ഭായ് എന്നറിയപ്പെടുന്ന ആൻസലീം, ജയശ്രീ, സജിൻ, ഇങ്ങനെ കുറേ പേര്. ഞങ്ങളൊക്കെ ഹെഡാണ് ടെസ ചേച്ചി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ അതിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്നൊരു സംഭവം അങ്ങനെ തുടങ്ങി പല വഴികളിലൂടെ സഞ്ചരിച്ച് പോകുന്നൊരു രസമുള്ളൊരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ കഥ എന്ന് പറയും. അപ്പം എൻ്റെ ക്യാരക്ടറിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു, അന്ന് എനിക്ക് ആരെയും പരിചയമില്ല അതിൻ്റെ അകത്ത്, ഈ പടത്തിലുള്ള ഒരാളെയും പരിചയമില്ല. ഇവിടെ പരിചയമുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ ജീവയെ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർഷയെ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലാണ്ട് സജിനായിട്ട് കണ്ണൂർ സ്ക്വാഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷൂട്ടിന് വന്നപ്പോഴാണ് ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത്. അല്ലാണ്ട് എനിക്ക് ആരുമായിട്ടും പരിചയം, എല്ലാവരും ഈ സെറ്റിൽ വന്ന് എല്ലാവരെയും അറിയാമെന്നല്ലാണ്ട് പരിചയപ്പെടുന്ന ഈ സെറ്റിൽ വന്നിട്ടാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സെറ്റിലേക്ക് വരികയും അതിൻ്റെ പാക്കപ്പ് കഴിഞ്ഞൊരു 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം എൻ്റെ ഷൂട്ട് തുടങ്ങുകയും അങ്ങനെ സെറ്റിൽ വന്നിട്ട് ഇൻക്ലൂഡിങ് ഡയറക്ടർ തൊട്ടുള്ള എല്ലാവരെയും വന്ന ആദ്യത്തെ ദിവസം, ഫസ്റ്റ് ദിവസമാണ് പരിചയപ്പെടുന്നത്. അപ്പം അത് എനിക്ക് ആദ്യം ഇപ്പോൾ ഈ നമ്മൾ പ്രേമത്തിൻ്റെയൊക്കെ സമയത്ത് ഒരു പുതിയ സെറ്റിലേക്ക് ഞാൻ കുറവാണ് ആക്ച്വലി പരിചയമില്ലാത്ത ആൾക്കാരുടെ പടങ്ങൾ ചെയ്ത്, കൂടുതലും സുഹൃത്തുക്കളുടെ പടങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സുഹൃത്തുക്കളായി. അപ്പം എനിക്ക് ആദ്യമൊക്കെ എനിക്ക് പേടി ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ അത് മാനേജ് ചെയ്യും എന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം നേരം ചെയ്യുമ്പോഴും പ്രേമം ചെയ്യുമ്പോഴും വളരെ അടുത്ത വർഷങ്ങളായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളുടെ കൂടെ നിന്നിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം ഇത് അവൻ അൽഫോൺസ് നോക്കിക്കോളും. അപ്പോൾ എന്താണ് അവൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രം ഫോളോ ചെയ്താൽ മതി. വേറൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാൻ അഭിനയിച്ച ഇവരെങ്ങനെയായിരിക്കും എടുക്കുന്നത്, ഇവരെങ്ങനെ ജഡ്ജ് ചെയ്യും, അങ്ങനെയുള്ള ചിന്തകൾ ഒരുപാട് തുടക്കകാലത്തുണ്ടായിരുന്നു. അത് അവിടുന്ന് മാറി ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു പരിചയമില്ലാത്തൊരു സെറ്റിലേക്ക്, പ്രത്യേകിച്ച് സാഹസത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അവരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇവരൊക്കെ എല്ലാവരെയും ഇതിലല്ലേ കണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട്, അതായത് വളരെ 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 എൻജോയ് ചെയ്ത സെറ്റുകളിൽ 5-ൽ 1 മാറി എനിക്ക് സാഹസം എന്ന് പറയുന്നത്. കാരണം അത്രയും രസമുള്ള സീനിയേഴ്സായാലും ജൂനിയേഴ്സായാലും എല്ലാവരും ഭയങ്കര ഒരേ ഒരു വൈബിൽ വന്നിട്ടുള്ളൊരു പടമാണ്, ഇൻക്ലൂഡിങ് അതിൻ്റെ ക്രൂ ആൻഡ് ടെക്നീഷ്യൻസ്, കാസ്റ്റ്, എല്ലാ ആൾക്കാരും. അത് അതായിരുന്നു ഇതിലെ ഏറ്റവും രസമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഭയങ്കര സ്മൂത്ത് ആവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മളറിയാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ കംഫർട്ടായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും നല്ല ആർട്ട് വർക്ക് ഉണ്ടാകുന്നത്. അത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരു പ്രഷറിൽ ഇപ്പോൾ ഒരു പാട്ട് എഴുതുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയ പാട്ടുകളുടെ റീച്ചും നമ്മൾക്കൊരു ടാർഗറ്റ്, നാളെക്കുള്ളിൽ പാട്ട് എഴുതി തീർക്കണം എന്നുള്ള, അപ്പം ഇങ്ങനെ പ്രഷറിൽ വർക്ക് ചെയ്യുമ്പോൾ വർക്കായിട്ടുണ്ട്. ഇപ്പം മലരേ എന്നുള്ള പാട്ട് അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു സമയം ഇത്ര അടുത്ത 10 ദിവസം തൊട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി. അൽഫോൺസ് എല്ലാ ദിവസവും ഒന്ന് എഴുതി തീർക്കണം, ലിപ്പുള്ള പാട്ടുകൾ, എല്ലാം ലിപ്പുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു എനിക്ക്. പക്ഷെ സീൻ കൊണ്ടുവരാനുള്ള പാട്ട് ചുമ്മാ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു നല്ലൊരു വൈബുള്ള ആൾക്കാരൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വർക്കിൻ്റെ ഫ്ലോ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമ്മളറിയാണ്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക്, ആ സ്മൂത്ത്നെസ് പ്രേക്ഷകർ എങ്ങനെയാണ് കാണുന്നത്, അത് ടോട്ടലി ഡിഫറെൻ്റ്. ഏറ്റവും നല്ല ജഡ്ജ് ചെയ്യാനുള്ള ആൾക്കാർ പ്രേക്ഷകർ തന്നെയാണ്. അവർ ഫ്രഷ് ആയിട്ടാണ് അതിനെ കാണുന്നത്. നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം പ്രേക്ഷകനാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായും. റംസാൻ, ഈ പല തലമുറയിൽപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് ഇരുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിൽ താങ്കളുടെ കഥാപാത്രം എങ്ങനെയാണ് ഇവരുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനിലൊക്കെ ഇവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? എൻ്റെ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് ജീവൻ എന്നാണ്. അപ്പോൾ ജീവൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും ഞാൻ കണ്ടുമുട്ടുന്നതും അതിലൂടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. പിന്നെ സീനിയേഴ്സ് എന്ന് പറയാനായിട്ട് ഞാൻ ഫസ്റ്റത്തെ ദിവസം സെറ്റിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. കാരണം ആരും അറിയില്ല. ബിബിൻ ചേട്ടൻ വിളിച്ചു, കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കറിയാവുന്ന കാര്യം ഇവരൊക്കെ സിനിമയിലുണ്ട്, എന്നാ ഇവരെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഏത് ദിവസം ഇവരെയൊക്കെ പരിചയപ്പെടും, എങ്ങനെയായിരിക്കും എൻ്റെ അടുത്ത് ഇവർ നിൽക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഫ്രം ദ ഡേ 1 ഇപ്പം ഞങ്ങൾ എങ്ങനെയാണോ
അങ്ങനെയാണ് ഫസ്റ്റ് ദിവസം തൊട്ട് ശബരീഷേട്ടനെ ഞാൻ കാണുന്നത് ക്യാരവനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഡേ ഷൂട്ടിന്. അന്ന് തുടങ്ങി പിന്നെ എനിക്ക് അവിടെ ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ അയ്യോ പുള്ളി സീനിയറാണ് നമുക്ക് കുറച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഡയറക്ടറിൻ്റെ തോളിൽ കൈയിട്ടിട്ടാണ് നമ്മൾ പറയൂ ബ്രോ എന്താണ് അടുത്ത സീൻ എന്ന് ചോദിക്കുന്നത്. അപ്പം അത്ര കംഫർട്ടായിരുന്നു ഈ സെറ്റ്. ഞാൻ ഇതുവരെ വേറൊരു സിനിമയിൽ ഇത്ര എൻജോയ് ചെയ്ത് ബിഹൈൻഡ് ദ സീനിൽ നിന്നിട്ടില്ല. ഒന്നില്ലെങ്കിൽ അടുത്ത സീനിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും ഡയറക്ടറും മറ്റുള്ള ആർട്ടിസ്റ്റുകൾ പല പല സ്ഥലത്തായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ഒന്നിച്ചായിരുന്നു. പലപ്പോഴും ഡയറക്ടറെ ഡയറക്റ്റ് ചെയ്യാൻ കിട്ടാറില്ല എന്നുള്ള കംപ്ലൈന്റ് വരെ കിട്ടാറുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ്. ഇതില് ബാബുവാരണി ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ശരിക്കും നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് പുള്ളി വലിയ ആക്ഷൻ ഹീറോ ആണ്. പിന്നെ അപ്പം എങ്ങനെയാണ് അദ്ദേഹമായിട്ടൊരു ബന്ധമൊക്കെ? എനിക്ക് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീനിയർ ആയിട്ടുള്ളവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ള ഒരാളാണ്. പക്ഷേ ഈ സെറ്റിൽ നിന്നാണ് കുറേയൊക്കെ അത് മാറിയത്. ബാബുച്ചേൻ്റെ അടുത്താണെങ്കിലും ബാബുച്ചേട്ടൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ സീനിയറാണ്, അപ്പം കുറച്ചൊക്കെ ജാടയോ അല്ലെങ്കിൽ ഒരു ബലപ്പെടുത്തമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്കൊരു തൊടുപുഴ ഒരു 10 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം മാറി. തൊടുപുഴ നാടും കൂടിയാണ്. എൻ്റെ മൂവാറ്റുപുഴയാണ് അടുത്ത തൊടുപുഴ. അപ്പോൾ അവിടെ ആ സെറ്റിൽ എല്ലാം തലതിരിഞ്ഞു. ബാബുച്ചേട്ടനൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ അതുകൂടാതെ എല്ലായിടത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ബാബുച്ചേട്ടനാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഇപ്പോൾ ഫൈറ്റിൻ്റെ ആണെങ്കിൽ പോലും ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ അത് മാർഷൽ ആർട്സ് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നതല്ല നമുക്ക് സിനിമയിൽ വേണ്ടത്. അപ്പോൾ ആ സിനിമയിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ എങ്ങനെ നമ്മുടെ ഒരു പഞ്ച് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ അത് സ്ക്രീനിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ബാബുച്ചേട്ടൻ്റെ ആക്ഷൻസ് കണ്ട് ഒരുപാട് പഠിക്കാൻ പറ്റി. അങ്ങനെ ഓരോരുത്തരിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ എല്ലാം ഇങ്ങനെ മോഷ്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എനിക്കൊരു മലയാളത്തില്, തമിഴിലായിരുന്നല്ലോ എൻ്റെ തുടക്കം. അപ്പൊ എനിക്ക് മലയാളത്തില് ബീങ് മൈ മദർ ടങ്, വലിയ പ്രൊജക്ടിന്റെ ഭാഗമായ ആളാണ്. അതെ അതെ. അപ്പം കുറച്ചുകൂടെ സജീവമാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇരുന്നത്. എൻ്റെ OTT-യിൽ ഒരു നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിരുന്നപ്പോൾ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാഹസത്തിൻ്റെ കോൾ വന്നത്. യൂഷ്വലി ഞാൻ കുറച്ച് ആലോചിച്ച് ടൈം എടുത്താണ് ഓരോ റെസ്പോൺസ് കൊടുക്കാറ്. ഇതിന് ആ ടൈം ഇല്ലായിരുന്നു. ഏറ്റവും പെട്ടെന്ന് എൻ്റെ കരിയറിൽ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു സാഹസത്തിൽ. വേറൊന്നും കൊണ്ടല്ല, ഐ ജസ്റ്റ് തോട്ട് ഇറ്റ് വാസ് എ ഗുഡ് പാക്കേജ്. പറഞ്ഞാൽ അത്ര ആലോചിക്കാനില്ലായിരുന്നു. നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, അത്രയും ടാലൻ്റ് ഉണ്ട് ടീമിൽ തന്നെ. പിന്നെ ടെക്നിക്കൽ സൈഡും വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഞങ്ങളുടെ ക്യാമറ ചെയ്ത ആൽബി ചേട്ടൻ, മ്യൂസിക് ബിബിൻ അശോക്. അപ്പോൾ പല കാരണത്തിലും എനിക്ക് നോ പറയാൻ ഒരു റീസണും ഇല്ലായിരുന്നു. എൻ്റെ ക്യാരക്ടർ സേറ എന്ന് പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. ഞാൻ ഇതിൽ ടെക്കി ആയിട്ടല്ല, ഇതിൽ റംസാൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. മോർ ദൻ ദാറ്റ് എൻ്റെ ഹോം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറച്ച് ട്രാക്കിലോട്ടാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ആർക്ക് പോകുന്നത്. അപ്പോൾ ഒരു നല്ലൊരു റിച്ച് ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡിൽ നിന്ന് വന്ന് അതിൻ്റെതായ ഒരു സ്ട്രിക്ട്നെസ്സും ഓർത്തഡോക്സ് സെൻസിൽ നിന്നൊക്കെ വന്നിട്ട് ഉള്ളൊരു പ്രോഗ്രസ് ആണ് മെയിൻലി ഇതിൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മെറ്റ് എ ലോട്ട് ഓഫ് വണ്ടർഫുൾ പീപ്പിൾ. നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. നരേൻ ചേട്ടൻ പറഞ്ഞ പോലെ സംടൈംസ് നമ്മളൊരു ബിഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമാവുന്നേക്കാളും യു വോണ്ട് ഗോ ബാക്ക് ഹോം വിത്ത് ഗുഡ് മെമ്മറീസ്. ഇപ്പോൾ ചില ബിഗ് പ്രോജക്ട്സിൽ നമുക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ പോലും അതെനിക്കിപ്പോൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. മേ ബി ബിക്കോസ് ദി എക്സ്പീരിയൻസ് വാസ് നോട്ട് ദ ബെസ്റ്റ് വൺസ്. അപ്പോൾ മോർ ദൻ എനിത്തിങ് ഐ തിങ്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ കുറേ കൂടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ലൈഫ് ഈസ് അബൌട്ട് മീറ്റിംഗ് ഗുഡ് പീപ്പിൾ ആൻഡ് നല്ല കുറേ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ സാഹസം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നരേന്ദ്ര, ഈ ആഗസ്റ്റ് 8 ഈ സിനിമ സാഹസം റിലീസ് ചെയ്യുന്നു. അടുത്ത സിനിമകൾ ഏതൊക്കെയാണ്? അങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞ സിനിമ? അതെ, കഴിഞ്ഞ സിനിമ മലയാളത്തിൽ നമ്മുടെ ദിൻജിത്ത് ഉണ്ട്, കിഷ്കിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്ത പടം ചെയ്ത് കഴിഞ്ഞു. ഒരു പാച്ച് വർക്ക് ഉണ്ട്. ഒരു ടൈറ്റിൽ ഇനിയും കൺഫേം ചെയ്യാനുണ്ട്. പിന്നെ ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞ വർഷം ഗുമസ്തൻ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്യുന്ന അമൽ എന്നാണ് ഡയറക്ടറുടെ പേര്. അതും കഴിഞ്ഞു. തമിഴിൽ മിഷ്കിൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ പടങ്ങൾ. ട്രെയിൻ വിജയ് സേതുപതി ആണ് അതിൽ ഞാനുമുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സുഗീത്, മലയാളത്തിലെ സുഗീതും കൂടിയിട്ട് തമിഴിൽ കുറൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ട്. കുറൽ അതിപ്പോൾ ആത്മാ എന്നുള്ള ടൈറ്റിലാണ്. ഇതൊക്കെ ഇറങ്ങാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ജനനായകൻ
പാക്കപ്പ് വിജയ്. അത് അടുത്ത വർഷം ജനുവരിയിൽ ഒരു റിലീസ് ചെയ്യാൻ ഗസ്റ്റ് ഒരു കുറച്ചേ ഉള്ളൂ ഞാൻ അതിൽ, പക്ഷേ ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഇതാണോ കുറച്ച് പടങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം പടങ്ങൾ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഞാൻ ഇത് എൻ്റെ സാധാരണ 3-4 വർഷത്തിനുള്ള സംഭവങ്ങളാണ് ഇത് സാധാരണ വരാറ് ഇങ്ങനെയൊക്കെ. എന്തായാലും സാഹസം വലിയ വൻ വിജയമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെസ്, ഇത് വിജയമാകും. തീർച്ചയായും ഓഗസ്റ്റ് 8 യഥാർത്ഥത്തിൽ മറ്റൊരു സാഹസം, ഒരു വിജയ കഥ കൂടി കേൾക്കാൻ നമുക്ക് വഴിയുണ്ടാക്കട്ടെ. ആവട്ടെ. എല്ലാവിധ ആശംസകളും. Thank you. താങ്ക് യു സോ മച്ച്.